എൻ്റെ പേര് നൈനാൻ കെ ജോർജ്. ഞാൻ കൊമ്പനാട് താമസിക്കുന്നു. ഖുർആൻ പരിശുദ്ധമാണെന്നും ബൈബിൾ തിരുത്തപ്പെട്ടുവെന്നും മിസ്റ്റർ അക്ബർ ഇവിടെ പറയുകയുണ്ടായി. ഖുർആൻ എഴുതപ്പെട്ടത് ഈന്തപ്പനയുടെ മടൽ, അതുപോലെ തോൽക്കഷണം, കനം കുറഞ്ഞ കല്ല് എല്ലാം ആദ്യമായ കണ്ടം തുണ്ടങ്ങളാണല്ലോ. ഖുർആൻ ആദ്യം എഴുതപ്പെട്ടത് ഈ വക ചെറിയ കഷ്ണങ്ങളിലാണ്. എന്നാൽ പിന്നീട് അവയൊക്കെ മൂലകൃതിയായി എഴുതപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടുവെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തിരുത്തപ്പെട്ടതായ ഈ ഗ്രന്ഥം കയ്യിലുള്ളവർ ബൈബിളിൻ്റെ ദൈവികതയെ ആക്ഷേപിക്കുന്നതിൻ്റെ പിന്നിലെ സാമാന്യ ബുദ്ധി എന്താണെന്ന് അറിഞ്ഞാൽ സുഹൃത്തിൻ്റെ ചോദ്യം, ഖുർആൻ തിരുത്തപ്പെട്ട ഗ്രന്ഥമാണ്, ആ നിലക്ക് ബൈബിളിൻ്റെ ദൈവികതയെ സംശയിക്കുന്നതിന് എന്തർത്ഥമുള്ളത്? സുഹൃത്ത്, ആ വിഷയം ബൈബിളിൻ്റെ ദൈവികതയാണ്, ഖുർആൻ്റെ ദൈവികതയല്ല. ഞാൻ വീണ്ടും സൂചിപ്പിക്കുകയാണ്, വിഷയത്തിൽ നിന്ന് മാറിക്കൊണ്ടുപോകാൻ നാം ശ്രമിക്കരുത്. ഇവിടെ ബൈബിൾ ദൈവികമല്ലാന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഖുർആൻ്റെ ദൈവികതയെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇത് ചർച്ച ചെയ്യാൻ യാതൊരു പ്രയാസമില്ല. ചർച്ച ചെയ്യാനൊരു പ്രയാസമുള്ളത് കൊണ്ടല്ല, സുഹൃത്ത് വായിച്ചതുപോലും കൃത്യമായി ഖുർആനിൽ നിന്നുള്ള ഉദ്ധരണിയോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല. തിരുവട്ടാർ കൃഷ്ണൻകുട്ടി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഉദ്ധരിച്ചത് കണ്ടം തുണ്ടം ഒരുപാട് തവണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അതേപോലെ ഉദ്ധരിച്ചിരിക്കുകയാണ്. സത്യത്തിൽ എന്താണ്, വളരെ സംക്ഷിപ്തമായി പറയട്ടെ, ഇത് ഇങ്ങനൊരു ചോദ്യത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ് എന്ന് വിചാരിക്കേണ്ടതില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ വിഷയത്തിൽ, ഇനി ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ ചോദ്യോത്തരം വേണ്ടതില്ല. അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഖുർആന്റെ ദൈവികതയെക്കുറിച്ചുള്ള വിഷയം നമുക്ക് അവതരിപ്പിക്കാം, അപ്പം ചോദ്യം ചോദിക്കാം. അതിന് വേണമെങ്കിൽ നമ്മൾ ഡിബേറ്റ് വേണ്ട, നിങ്ങൾ സംഘടിപ്പിച്ചോ, നിങ്ങളെല്ലാവരും വരികയാണെങ്കിൽ ഞാൻ വരാം, നിങ്ങൾക്ക് ചോദിച്ചോ, ഇഷ്ടം പോലെ ചോദിച്ചോ, എത്ര സമയം ചോദിച്ചോ, നമുക്ക് സമയം നീട്ടിക്കൊണ്ടാകാം. ഈ കണ്ടനാൾ ഉള്ളിടത്തോളം കാലം ഇൻഷാ അല്ലാഹ് മറുപടി പറയാം. വേദഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് എൻ്റെ അറിവിൻ്റെ പരിമിതി വെച്ചുകൊണ്ട് മറുപടി പറയാം. ഇവിടെ ഈ ചോദ്യം എന്താണ്, ഖുർആൻ പല രേഖകളിലും രേഖപ്പെടുത്തിയിരുന്നു, ആ രേഖപ്പെടുത്തപ്പെട്ട രേഖകൾ ഇന്നില്ലല്ലോ എന്നാണ്. ശരിയാണ്, അന്ന് രേഖപ്പെടുത്തപ്പെട്ട ആദിമകാലത്തെ രേഖകൾ ഇന്നില്ല. പക്ഷേ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടത് തോൽ ചുരുളുകളിലല്ല. ഖുർആൻ എന്ന പദം നിങ്ങൾ മനസ്സിലാക്കുക, ഖുർആൻ എന്നാൽ വായന എന്നും വായിക്കപ്പെടുന്നത് എന്നാണ് അർത്ഥം. ഖുർആൻ ആ പദം അതുപോലെ തന്നെ വായനയിലൂടെ സംരക്ഷിക്കപ്പെട്ട ഗ്രന്ഥമാണ്. പരിശുദ്ധ ഖുർആൻ ദൈവം തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് അതിൻ്റെ സംരക്ഷണം. ഖുർആനിലെ 15-ാമത്തെ അധ്യായം സൂറത്തുൽ ഹിജ്റിൽ 9-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ, നാം ആകുന്നു ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെടുന്നതിനനുസരിച്ച് ആ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹത്തിന് അനുചരന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരത് കാണാപ്പാഠം പഠിക്കുകയും ചെയ്തു പോന്നു. കാണാപ്പാഠം പഠിച്ചു. അങ്ങനെ കാണാപ്പാഠം പഠിച്ച നൂറുകണക്കിന് സഹാബിമാരുണ്ടായി. 23 വർഷക്കാലഘട്ടം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ പ്രസംഗത്തിൽ, ഹജ്ജത്തുൽ വിദാ എന്ന് പറയും അവസാനത്തെ അദ്ദേഹത്തിന്റെ ഹജ്ജിൽ, ഖുതുബത്തുൽ വിദാ എന്ന് പറയും അവസാനത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ, അദ്ദേഹം പറഞ്ഞു, ഈ സന്ദേശം എത്തിയവർ എത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന്. അങ്ങനെ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് പ്രവാചകന്റെ അനുയായികൾ ജീവിക്കുന്ന ഖുർആനും മനസ്സിൽ ഏന്തിക്കൊണ്ട് പോയി. അവരാണ് ഈ ഖുർആൻ പ്രചരിപ്പിച്ചത്. ഇന്ന് ലോകത്ത് 10,000-കണക്കിന് മനുഷ്യർ ജീവിക്കുന്ന ഖുർആനുകളായിട്ടുണ്ട്. ഖുർആൻ പൂർണ്ണമായും കാണാതെ അറിയുന്ന 10,000-കണക്കിന് ആളുകളുണ്ട്. പടച്ചോൻ സംരക്ഷിച്ച രീതിയായത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ എന്നുള്ള വചനം അത് ശരിയല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഹിറ്റ്ലർ, ഒരു ഏകഛത്രാധിപതിക്ക് തോന്നുകയെന്ന് വിചാരിക്കുക, ഖുർആൻ തെറ്റാണെന്ന് തെളിയിക്കണം, ഇത് ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കണം. അതിനെന്ത് ചെയ്യുക, ലോകത്തെല്ലാ ഖുർആൻ കോപ്പികളും നശിപ്പിക്കുക. ഇന്ന് രാത്രി 12:30 മുമ്പ് എല്ലാ ഖുർആൻ കോപ്പികളും നശിപ്പിക്കാൻ വേണ്ടി ലോകം ഒന്നിച്ചൊരു ഏകഛത്രാധിപതിയുടെ ഭരണത്തിന് കീഴിൽ വരികയും അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാവുകയും അയാളുടെ കിങ്കരന്മാർ വന്നിട്ട് എല്ലാ കോപ്പികളും കത്തിച്ചു കളഞ്ഞു എന്ന് വിചാരിക്കുക. ലോകത്തിലെ എല്ലാ ഖുർആൻ കോപ്പികളും ഒരു നിമിഷത്തിൽ കത്തിച്ചു. ഞാൻ പറയട്ടെ, എവിടെയൊക്കെ ലോകത്ത് മുസ്ലിങ്ങളുണ്ടോ അവിടെയെല്ലാം നിമിഷങ്ങൾക്കകം ആ ഖുർആൻ റീപ്രൊഡ്യൂസ് ചെയ്യാൻ, ഖുർആൻ അതേപോലെ അള്ളി പുള്ളിക്ക് വ്യത്യാസമില്ലാത്ത രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും ഇസ്ലാമിക സമൂഹത്തിന്. അങ്ങനെ പഠിച്ചത് സംരക്ഷിച്ചത്. ഇത് ചില ആളുകൾ മരണപ്പെട്ടപ്പോൾ, ഇങ്ങനെ കാണാതെ പഠിച്ച ചില ആളുകൾ മരണപ്പെട്ടപ്പോഴാണ് മുസ്ലിം സമൂഹം ഇതൊരു ഗ്രന്ഥമായി ഒരു 2 ചട്ടക്കുള്ളിലാക്കി വെക്കുന്നതിനെ കുറിച്ചെല്ലാം ആലോചിച്ച് തന്നെ. സത്യത്തിൽ ഇതാണ് ഖുർആന്റെ സംരക്ഷണ രീതി. ആ സംരക്ഷണ രീതി തുടർന്നു കൊണ്ടിരിക്കുന്നു അവസാന നാളുവരെ. സംശയമൊന്നും വേണ്ട, അവസാന നാൾ വരെ. അതുകൊണ്ട് തന്നെ സുഹൃത്തിനോട് വീണ്ടും പറയാനുള്ളത്, കൃഷ്ണൻകുട്ടിയുടെ പുസ്തകത്തിൽ നിന്ന് ഇസ്ലാമിനെ പഠിക്കരുത്, ഖുർആനിൽ നിന്ന് പഠിക്കുക, ഇസ്ലാമിൽ നിന്ന് പഠിക്കുക, പരിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശത്തിൽ നിന്ന് പഠിക്കുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.